ഹലോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിപ്പോൾ ഉള്ളത് കറാമയിലാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, 4 മണിയായി. അതാണ് പ്രത്യേക വിശേഷം. സംഭവം ഞാൻ ലേറ്റായി, പള്ളിയിലേക്ക് പോയിരുന്നു. രാവിലെ പള്ളിയിലേക്ക് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ എൻ്റെ എയിമെന്ന് പറഞ്ഞാൽ ടെഫിയാണ്, മലബാർ പ്ലേറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞാലും കഴിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. കിട്ടുകയാണെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ അത്യാവശ്യം എല്ലാവരും നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കേരളം തന്നെയാണ് ഗൈസ് കരാമ, കണ്ടില്ലേ? അവിടെ കുറേ പേര് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പല സൈഡിലും നിൽപ്പുണ്ട്. എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ കൂട്ടുകാരും. എനിക്കിനിയിപ്പം 1-2 കൂട്ടുകാരെ കാണാനുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കഴിക്കണം. അതാണ് മെയിൻ. ഫസ്റ്റ് സദ്യ, അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കാണണം ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം അടിച്ചു പൊളിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കാതെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പൊളിക്കുക ഗൈസ്. നല്ല ജോളിയായിട്ടിരിക്കുക എപ്പോഴും, അതാണ് വേണ്ടത്. പാർക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്, കണ്ടോ? ഫുള്ള് പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ടിഫിയിൽ തിരക്ക് കാണും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ. എങ്ങനെയുണ്ട് പോണേ GT? ഏതാ ടയറെന്ന് നോക്കിയേ, വേറെ ലെവലല്ലേ. ഇവിടുത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാമേ. വേറെ ലെവലാണ്. ഓക്കെ, ഫുള്ളാണ്. ചിക്കനൊക്കെ തളർന്നു പോയി, വിളമ്പി ഫുള്ളൊരു രക്ഷയല്ല കേട്ടോ. പുറത്തുണ്ടല്ലോ ഗൈസ്, നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു രക്ഷയല്ല. അങ്ങനെ വന്നുകൊണ്ട് കയറി ഇരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോൾ ക്ഷീണമെല്ലാം മാറി. എന്താണെന്ന് വെച്ചാലേ ഇവിടുത്തെ വൈബ് കണ്ടിട്ട് അമ്മാതിരി ആൾക്കാർ. അപ്പോൾ ഇപ്പോഴും കണ്ടോ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കൗണ്ടറിൽ വെച്ചിട്ട് ഓരോ ആൾക്കാരെ നമ്പർ എടുത്തിട്ട്, ടോക്കൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്പർ എടുത്ത് ഇങ്ങനെ വിളിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ഫുള്ള് കണ്ടോ, ഫുൾ ഹൗസ്ഫുള്ളായിട്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും കയറി കഴിക്കാൻ പോണ്, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ എവിടെയെങ്കിലും കയറി കഴിച്ചാൽ പറ്റത്തുള്ളൂ. വിശക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. ഇവിടെ എനിക്കൊരു സീറ്റ് പിടിക്കണം, അല്ലാതെ നിവർത്തിയില്ല ഗൈസ്. വിശക്കുന്നു. എല്ലാവരും ഇരുന്ന് വീശുന്നുണ്ട് ഗൈസ്. അമ്മാതിരി തിരക്കാണ് ഇവിടെ. കാര്യം AC ഒന്നും വെച്ചിട്ട് കാര്യമില്ല, AC ഉണ്ടായിട്ട് കാര്യമില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഫൈനലി ആഫ്റ്റർ എ ലോങ് ടൈം സീറ്റ് കിട്ടി. ഇവിടെ കട്ട വെയിറ്റിംഗ്. ഇനി സാധനം വന്നാലേ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഇപ്പോൾ ഗൈസ് കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഉണ്ണിയപ്പം വന്നിട്ടുണ്ട്, പഴം, പാവയ്ക്ക, പിന്നെ നമ്മുടെ ഈ സംഭവങ്ങളില്ലേ കാവറ്റലും. ഉപ്പൊക്കെ ഫസ്റ്റ് തരണം. എൻ്റെ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് കിട്ടും. മൈ ഫേവറേറ്റ്. വല്ലപ്പോഴേ കിട്ടുന്നതല്ലേ. ഒരു രസമല്ലോ നൈസ് സാധനം. ഇപ്പോൾ അടുത്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. അച്ചാർ ഐറ്റംസ് 2-3 ഉണ്ട്. 3 അച്ചാറുണ്ട് കേട്ടോ. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പിന്നെ ക്യാബേജ് തോരൻ. പക്ഷേ ഇപ്പോൾ ഇടുന്നത് ക്യാബേജ് തോരനാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും തിരക്കുറഞ്ഞിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മുണ്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ പേൻ്റാക്കി. ചിക്കൻ്റെ ഷർട്ട് ഫുള്ള് സീനായി ഗൈസ്. ആദ്യം പോലെ ഒന്നും കൂടെ ഇടാല്ല. അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട്. അവിയൽ, പിന്നെന്താണ് കാളൻ, പിന്നെന്താ ഇതൊക്കെ അതിനൊക്കെ പേരുണ്ട് ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താണ് പയർ തോരണം വെച്ചോട്ടെ. കുറച്ച് അച്ചാറുണ്ടല്ലോ, അച്ചാറിങ്ങനെ എടുത്തിട്ട് ഇഞ്ചി കൊള്ളാം കേട്ടോ. നല്ല ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള ഇഞ്ചിയാണെന്ന് തോന്നുന്നു. നല്ല രസമാണ്. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. നിന്റെ ഷർട്ടിൽ ഇത്തിരി കുറവുണ്ടല്ലോ. എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ലല്ലേ. അപ്പോൾ അടുത്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഉണ്ട്. കിച്ചടി, പച്ചടി എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് അപ്പോൾ ഇപ്പോൾ എത്ര കറികളായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 19 എണ്ണമായി. ഉണ്ണിയപ്പം കൂട്ടി വെള്ളം കൂട്ടി 20 ഗൈസ്. നമുക്കിങ്ങനെ ചോറ് കുറച്ച് ഇങ്ങനെ പിടിച്ച് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇതിട്ട് വയ്ക്കാം. എന്താ സാധനം ഇത് കുറച്ച്
സംഭവം പൈനാപ്പിൾ കിച്ചടിയാണ് സുഖമാണ്. കഴിച്ചു നോക്കട്ടെ. ഒരു ഇഷ്ടമില്ല. നൈസ് ഗൈസ്, നൈസ്. ഓണം സദ്യ മിസ് ചെയ്യുന്ന പോലെ എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും കഴിക്കാം. അത് മിസ് ചെയ്യല്ലേ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ സദ്യക്ക് എന്ന് പറഞ്ഞാൽ. എത്ര ഐറ്റംസ് നോക്കി. ഇപ്പം 2 ഐറ്റംസ് ഇതും വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൊതിയായിട്ടൊന്നും അല്ല കഴിച്ചു, എനിക്കൊരു നിവർത്തിയില്ല. അപ്പോൾ ഇന്ന് കഴിക്കാൻ പറ്റാത്തവർ നാളെങ്കിലും കഴിക്കുക. ഓക്കെ, കുറച്ച് അച്ചാറും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ കഴിച്ചു. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കറി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതോട്ടോ ഒരു രക്ഷമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ കുറച്ച് സാമ്പാർ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാനൊന്നും നോക്കുന്നില്ല, നല്ലപോലെ കഴിക്കണം. കുറച്ച് ചോറും കൂടെ കഴിച്ചു, കുറച്ച് കൂടുതൽ മേടിച്ചു. അപ്പം നെയ്യ് വന്നിട്ടുണ്ട്, അല്ല പരിപ്പും നെയ്യും വന്നിട്ടുണ്ട്. ഇതിട്ടൊരു പിടി പിടിക്കാം. അപ്പോൾ ഇവരൊരു പരിപാടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളാണ്. വേണ്ട, പരിപ്പ് മതി. പരിപ്പ് കൊണ്ട് ഇനി അവരെന്തുകൊണ്ടും തരും. എന്തെന്നറിയോ, പപ്പടം കിട്ടും. എല്ലാം കഴിഞ്ഞു. പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തും മേടിച്ച് കഴിക്കാം കഴിച്ച്. നല്ല പരിപ്പ് കേട്ടോ. അടുത്ത പായസം വന്നു. ഇതെല്ലാം ഒന്നല്ല, എല്ലാം പല 8 പായസം ഉണ്ട് കാര്യം മൊത്തത്തിൽ. ഇതുണ്ടോ 8 പായസം. 1 2 3 4 5 6 7 8 പായസം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. നമുക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് പോകാമേ. ചോറ് ഞാൻ എന്തായാലും ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പുള്ളി പപ്പടം ഇട്ട് പിടിച്ചപ്പോൾ ഒരു കൊതി. ഇപ്പം ഞാനും പഴവും പപ്പടത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് അടാ. ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പപ്പടം ഇങ്ങനെ ഇട്ട് അത് കൂട്ടോട്ട് ഒഴിക്കുമോ? അതെ വന്നെടുത്താണ്. പായസം ഒന്നും കൊല്ലും കേട്ടോ ആദ്യമായിട്ട് ലോകത്തിൽ. സ്നേഹിച്ച് കൊല്ലുന്ന കേട്ടിട്ടേ ഉള്ളൂ. വണ്ടർഫുൾ, സൂപ്പർ ഗൈസ്. പപ്പടം ഇങ്ങോട്ട് കഴിക്കാം. അയ്യോ, വയർ ഫുള്ളായിട്ടോ. 5:30 മണിയായി. 4:30 മണിക്ക് കഴിക്കേണ്ടത് ഗൈസ്. 5:30 മണിയായി. ഫുള്ളായി. പോട്ടെ. ഇപ്പം ഇവിടുത്തെ ടീംസ് എല്ലാം ഇപ്പം കഴിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ടിഫിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളിവിടെ വന്നപ്പോൾ ഒരു ബ്ലോഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിന്നാണ് പുള്ളി കഴിച്ചത്. പുള്ളി ഒരു അടിപൊളി വണ്ടിപ്പിരാന്തനാണ്. വണ്ടിപ്പിരാന്തെന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും ഞെട്ടും. ഇതാണ് സാധനം, ക്രൗളർ കേട്ടോ. വേറെ ലെവല് സാധനം. ഇത് നിങ്ങളെ പേഴ്സണലാണോ അല്ലേ? സ്വന്തം. അടിപൊളി. ഇതാണ് എൻ്റെ മിനിമം സ്പീഡ്. ആ ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്താൽ എത്ര പോവും? അത് ബാറ്ററി അല്ലേ? അടിപൊളി. ഈ വെള്ളം കാര്യങ്ങളൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലേ. ഡീസൽ ചെയ്തോണ്ടോ? ഒന്നും നോക്കില്ല. 2 സൈക്കിൾ. ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ ചവിട്ടിയല്ല. ആ ഇതെല്ലാം പാർട്സ് എല്ലാം മേടിക്കാൻ കിട്ടും ഈ സംഭവങ്ങളെല്ലാം അല്ലേ?
മോനെ അത്രയും വലിയ ഹൈറ്റ് എന്നല്ലേ? ആ വേറെ ലെവല്. ഓഫ് നമുക്ക് പയ്യെ ഇറങ്ങി അല്ലേ? മറ്റേ പമ്മി പമ്മി വന്നിട്ട് ആ കേറൂല. പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇതിലും വലുത് എന്തെല്ലാം കാണണല്ലേ? നിങ്ങൾ വണ്ടി എവിടെ? വണ്ടി ഇതിലിരിക്കോ? ആ കാറിലിരിക്കോ? ആ അത് പുതിയ മേടിച്ചത് തന്നെ. എത്രയായി? 250. ഇവിടുന്ന് മേടിച്ചോ? നല്ല സാധനം കേട്ടോളൂ അല്ലേ? പുള്ളിക്ക് ക്യാമറ പോയി മോൻ ഏതാണ്? ആ ഇതാണല്ലോ നിങ്ങളെ കയ്യിലുള്ള. ഓ സെറ്റ് സാധനമല്ലോ. ഒറിജിനൽ വണ്ടി മേടിക്കാൻ തോന്നണില്ലേ? ഇത് മേടിക്കാൻ സാധനം കിട്ടും അല്ലേ? ഇതെല്ലാം കസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണോ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അപ്പൊ പിന്നും ഗ്രിപ്പ് കിട്ടും. ആ ശരിക്കും ഒരു മറ്റേ നമ്മൾ പെറ്റിനെ കൊണ്ട് നടക്കുന്നതാണല്ലേ? ആ നേരത്തെ അവിടെ കയറിയതാണോ? ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം അല്ലേ? അല്ല വണ്ടികളും വണ്ടി ആ ഇതിൻ്റെ അല്ലേ? നമ്മൾ നിയമം പാലിച്ച് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. കുറേ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് സെല്ലാക്കിയിട്ടുണ്ട്. ഇത് പക്ഷെ ആർക്കും കൊടുക്കില്ല. ഇത് അമ്മാര് സാധനമായിരിക്കണം കേട്ടോ. പുള്ളി ആർക്കും കൊടുക്കില്ലെന്ന് പറയണമെങ്കിൽ. ആ ഈ സാധനം അവിടെ അത് ഓട്ടോമാറ്റിക് ഓടൂല. വേറെ ലെവൽ കേട്ടോ. ഏതില്ല ഇതില് ഇതാണോ? ആ മൂവ് ചെയ്യുന്നുണ്ട്. ഇതല്ലേ? ആ ഇതിലല്ലേ? ഓ എന്താ ഒന്നും നൈസിന് ഓട്ടോ മതിയല്ലേ? അത് കൺട്രോൾ ആണോ അല്ലേ? ആ ആ ഞാൻ ഈ അറബികളെ കയ്യിൽ ഞാൻ മുമ്പ് അജ്മാനിൽ പോയപ്പോൾ ഒരിക്കൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും അടുത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ബ്രേക്ക് നമ്മൾ ഇത് ലിവർ വിടപ്പനെ നിൽക്കുമോ? അത് ബ്രേക്ക് ഉണ്ടോ അതില്? മോട്ടർ തന്നെ ഇത് ചെയ്യുന്നതാ? ഇവിടെ നിങ്ങൾ ക്ലബ്ബ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും? ഒരു മലയാളി അല്ലേ? അതാണ് ഗൈസ് കൺട്രോൾ ഉണ്ടോ? അങ്ങോട്ട് പോയി ഉടനെ തിരിച്ചെടുത്തു. അത് രണ്ട് ഇതും കൂടെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുക? വളയ്ക്ക് ഒന്ന് അവിടെ ഉണ്ടാവും, ഒന്ന് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അതിന് പ്രാക്ടീസ് തന്നെ വേണം. ആ എന്താ ഇത് അതെ മനസ്സിലായി. ശരി ബ്രോ, കാണാം. ഞാൻ പോട്ടെ. ശരി എന്നാ കാണാം. നൈസ് സാധനം കേട്ടോ. നോക്കി പോണോക്കി ഫ്രണ്ട് നോക്കി കാണാം. അപ്പോൾ
ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി സാധനം കാണിച്ചു തന്നില്ലേ, അതാണ് ക്രൗളർ, നമ്മൾ RC വണ്ടി എന്നൊക്കെ പറയുന്നത്, RC കാർ. അപ്പം ഇതിൻ്റെ ഇവർക്ക് ശരിക്കും ഒരു ക്ലബ്ബ് തന്നെ ഉണ്ട്. ഇവരെങ്ങനെ, അവർ രണ്ടുപേരുണ്ട്, അവരെങ്ങനെ ഫ്രണ്ട്സ് ആയെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പലരും കണ്ടുമുട്ടുന്നതും ഫ്രണ്ട്സ് ആവുന്നതൊക്കെ. ആ കാറിൻ്റെ ഒരു സ്റ്റോറി കൊണ്ടാണ് അവർ ഫ്രണ്ട്സ് ആയത്. അതായത് മറ്റേ ആൾ ഒരു ദിവസം ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പ്രാന്തനാണ്, ഈ RCയുടെ ഫുള്ള് പ്രാന്തനാണ്. അപ്പോൾ പുള്ളി നല്ല ക്രൈസുള്ള ആളാണ്. ഇതും കൊണ്ട് ഇങ്ങനെ പോയപ്പോൾ അപ്രത്യേകിച്ച് അവർ മറ്റേ പുള്ളി കണ്ടു. അങ്ങനെ എന്തായി, അവർ ഇങ്ങനെ ചോദിച്ചു, പിന്നെ മറ്റേ പുള്ളി വണ്ടി മേടിച്ചു. ഇപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായി. ഇന്നിപ്പോൾ ഓണത്തിന് അവർ രണ്ടേയും കൂടെ ഒരുമിച്ച് നിന്നാണ് സദ്യ കഴിച്ചത്. ദാറ്റ് ഈസ് ലൈഫ്. നമ്മൾ യാത്രകളിലാണ് പലരെയും കണ്ടുമുട്ടുന്നതും. നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും നമ്മളെ വണ്ടി കയറും. പിന്നെ ചിലർ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകും. അത് നമുക്ക് ആരെയും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. ചില സ്റ്റോപ്പിൽ ചിലർ ഇറങ്ങി പോകും. അത് അങ്ങനെയാണ്. ഒരാൾ കയറപ്പോൾ ഒരാൾ പോയാലേ അടുത്ത ആൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാ ലുക്ക് നോക്കി മാൻ. അപ്പോൾ സമയം ഇപ്പോൾ 5:30 മണി കഴിഞ്ഞ് ഗൈസ്, 5:45. അപ്പോൾ എന്തുകൊണ്ടും ഗൈസ് നല്ലൊരു ഓണമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സദ്യ ആയിരുന്നു കേട്ടോ. അവസാനം അവർ കഴിപ്പിച്ച് കൊന്നു. ഇനി അടുത്ത ഓണത്തിന് കാണാമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഓണക്കോടി. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നു. ഒരു മൊട്ടുസൂചിയിലുള്ള സ്ഥലമില്ല ഗൈസ് എൻ്റെ വയറ്റിൽ. ഞാൻ അത്രയും കഴിച്ചു. അവസാനം പായസമൊക്കെ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിട്ട് കുറച്ച് ഇങ്ങനെ കുടിച്ചു. ബാക്കി അവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇനി കഴിക്കാൻ വയ്യ. കുറേ ദിവസം ഇങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടീസൊക്കെ എല്ലാം ഏകദേശം ഒതുങ്ങി. ഇനി നേരെ ഞാൻ റൂമിലോട്ട് പോവാണ്. വേറെ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. ബിക്കോസ് നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്. ഇപ്പോൾ ഇച്ചിരി ഒരു കാറ്റൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോവാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. ഈ കഴിച്ചതൊക്കെ ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നടന്ന് ഇപ്പോഴും സെറ്റായിട്ടില്ല. ഇനി റൂമിൽ പോയിരുന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങിയാൽ മാത്രമേ സെറ്റ് ആവത്തുള്ളൂ. നല്ല ദാഹം ഗൈസ്. എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇനി നേരെ ഇവിടുന്ന് ബർഷയിലോട്ട് പോകണം. ഇപ്പോൾ കറാമയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് മെട്രോയിൽ കയറാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ ബസ് തന്നെ ഡബിൾ ഡെക്കർ. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെ ഡബിൾ ഡെക്കർ. നല്ല രസമാണ്. നമ്മൾ അജ്മാനിലോട്ടും അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇപ്പം നമ്മൾ സിഗ്നൽ കത്തിയിട്ടുണ്ട്, പെട്ടെന്ന് പോവാം. ആൾക്കാരൊക്കെ ചോറും കഴിച്ച് ഇപ്പോൾ കാപ്പിയും ടീയും കുടിക്കാറായി. അതിനുള്ള സമയമൊക്കെ ആയ ഗൈസ്. അൽ അത്താർ ഷോപ്പിംഗ് മാൾ. ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് മാളുണ്ട്, ഭയങ്കര വലുതൊന്നുമല്ല. കറാമ്പയിൽ പണ്ടേ ഉള്ളതാണ് ഈ കാണുന്നുണ്ടോ ഇത്. അങ്ങനെ നമ്മൾ ദുബായിലെ ഓണവും കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് പരിപാടികൾ. സദ്യ അടിച്ചു. രാവിലെ അമ്പലത്തിൽ പോകേണ്ട ഒരു അമ്പലത്തിൽ പോയി. ഇവിടെ കൂടുതലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാം പോയെന്ന് പറഞ്ഞാൽ ഗുബൈബയിലാണ് കേട്ടോ. അവിടെയാണ് അമ്പലം വരുന്നത്. രാവിലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. ഞാൻ ഇന്നലെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണമെന്ന് വെച്ചാണ്. സംഭവം പറയിപ്പോയി, വേറെ ഒന്നുമില്ല. ഇവിടെ കണ്ടോ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടോ പെയ്ഡ് പാർക്കിംഗ് ആണ്. ഇവിടെ 30 ദിർഹംസ്, 10 ദിർഹംസ്, അങ്ങനെ പെയ്ഡ് പാർക്കിംഗ് ആണ്. കൽക്കറാമ സ്റ്റേഷൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അധികമൊന്നും നടക്കാനില്ല. കുറച്ച് ഇവിടെ നിന്നൊരു ജസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനായി. അപ്പോൾ കറാമയിൽ എന്താ വരണമെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രാവശ്യം കറാമയിൽ വരണമെന്ന് വെച്ചതല്ല. പിന്നെ ഞാൻ ഓൾറെഡി ലേറ്റായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഷെമിയൊക്കെ അവിടെ നിന്ന് പള്ളിയിൽ പോയിട്ട് അങ്ങനെ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. എന്താ പറയുക, കരാമയെ കുറിച്ച് എല്ലാവർക്കും അറിയാം പൊതുവേ. പക്ഷേ എന്നാലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ വയസ്സ്, നമ്മൾ വർഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൂഡ് തന്നെയാണ്. അവിടെ മലയാളികൾക്ക് ഇപ്പോഴും കൂടി വരുന്നുണ്ട്, എന്നാലും കുറവാണ്. ഇവിടെ വന്നപ്പോൾ ഫുള്ള് സെറ്റ് സാരി മുണ്ട്. ഇപ്പോഴും എന്താ ആൾക്കാരെല്ലാം സെറ്റ് സാരിയൊക്കെ ഇട്ട് കൊടുത്ത് മുണ്ട് കൊടുത്ത് നടക്കുന്നതല്ല. ഭയങ്കര രസമാണ്. ഇതുണ്ടോ ഈ സൈഡിൽ കണ്ടോ കുറേ പച്ച സ്കൂട്ടറുകൾ ഇരിക്കുന്നുണ്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സ്കൂട്ടേഴ്സാണ്. നമുക്കത് റെൻറ്റിന് എടുത്തിട്ട് നമുക്കിങ്ങനെ ഓടിക്കാൻ പറ്റും. അത് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കിങ്ങനെ അതിനൊരു നിശ്ചിത കിലോമീറ്ററുണ്ട് ഒരു ഡിസ്റ്റൻസ്. അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി ഫുള്ള് കറങ്ങാം. നിങ്ങൾക്ക് കറാമ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായേ. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഉണ്ടല്ലോ, പക്ഷേ എന്താ ഒരു സംഭവം എന്ന് വെച്ചാലേ ടീച്ചറിനെ എന്നെ കണ്ടപ്പോൾ മനസ്സിലായെന്നാണ്. ഞാൻ വിചാരിച്ചില്ല ഗൈസ്.
അതായത് അവർ ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. ഞാനൊരു ആ ഒരു സ്നേഹവും ടെൻഷനും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ ആർഷ ടീച്ചർ കൊണ്ട് എൻ്റെ 10th പഠിപ്പിച്ചൊരു ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അവരിങ്ങനെ ഗ്ലാസ്സിനകത്ത്, അതായത് ഇതിനകത്ത് നിൽക്കുക, അതായത് ലുലുവാണോ എന്താണ്, ആ മാർക്കറ്റിനകത്ത് നിൽക്കുവാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ടിട്ട് ഞെട്ടിപ്പോയി. പഠിച്ചാൽ ഇത് അവർ തന്നെ. എന്നിട്ട് ഒന്നുകൂടെ നോക്കി. എന്നിട്ട് ഞാനെന്താ അവരെ നോക്കി, ആ ലുലുവിനകത്താണ് നിന്നത്. ഇത് ലുലുവാണ്. ഓക്കെ. സോ ഞാൻ അവരെ ഇങ്ങനെ കണ്ടപ്പം കുറച്ചൊന്ന് സ്റ്റക്കായി പോയി. എന്നിട്ട് ഞാൻ ഒന്ന് നോക്കി. പക്ഷെ അവർക്ക് എന്നെ കണ്ടപ്പോഴും ടീച്ചറിനെ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ക്യാച്ചായി. ടീച്ചർമാർ അങ്ങനെ ഗൈസ് ഭയങ്കര സ്നേഹമാണ്. എനിക്കിപ്പോഴും അങ്ങനെ ആ ഒരു മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ടീച്ചർ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ആയിട്ട് നീയാ ടീച്ചർ അതാ പറയുന്നത്. പരിചയമുള്ള ഒരു വ്ലോഗിലും കണ്ടല്ലോ അത് ഇവിടെ വന്നിട്ട്. ഇവിടെ കറാമയുടെ പ്രത്യേകത അതാണ്. ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും ഗൈസ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചർ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഇന്നത്തെ ഇവിടുത്തെ ക്രൗഡ് നോക്കിയേ, എന്തോരം ക്രൗഡാണെന്നറിയോ. ആ സൈഡിലൊക്കെ ഉണ്ടോ, അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ ഫുൾ ആളാണ്. അവിടെ എനിക്ക് തോന്നുന്നു എന്തോ പരിപാടി എന്തോ നടക്കുന്നു, വടംവലിയല്ലേ. പോയി നോക്കിയാലോ നമുക്ക്? വാ പോവാം. നിങ്ങളൊരു ആഗ്രഹം അങ്ങ് തീർത്തുതരാം. ചാടിക്കോ, സമയമില്ല. ഇവിടെ കറാമ വരുമ്പോൾ നമ്മൾ നാട്ടിലെ കുറേ പേര് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഫസ്റ്റൊന്നുമല്ല, പക്ഷെ ടീച്ചർ കാണുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ എടാ നീ നന്നായോടാന്ന് ടീച്ചർ ചോദിച്ചു. അയ്യോ ടീച്ചറെ ഇതൊക്കെ നമ്മൾ അടിയൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ് പണ്ട് ഇഷ്ടംപോലെ. ഇവിടെ എന്താണ് പരിപാടി? ഇതെവിടെ ശംഖുമുഖം എത്തിയോ ഞാൻ? നോക്കിയേ ഏതാ വൈബെന്ന് നോക്ക്. വേറെ ലെവല് കേട്ടോ. കുറേ മലയാളികളെ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഞെട്ടും. കുറേ പ്രത്യേക മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലം. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ഫുള്ള് മലയാളീസ് ഉള്ളു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടതൊന്നുമല്ല, നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇവിടുത്തെ പരിപാടികൾ. ഇത് ദുബായ് ആണോ എന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കും. അമ്മാതിരിയാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ, നോക്കിയേ കണ്ടോ. എല്ലാവരും മുണ്ടൊക്കെ കൊടുത്ത് ഒരേ വൈബ്, വേറെ വൈബ് ഗൈസ്. ഇവിടെ ഫുള്ള് കണ്ടോ ആൾക്കാരേ ഉള്ളു. മോനെ അവിടെ പരിപാടീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഫോട്ടോ എടുപ്പ്, കുറേ പരിപാടീസ്. ഇതാണ് വൈബ്, ഇതാണ് ശരിക്കും കറാമ വൈബ് എന്ന് പറഞ്ഞാൽ. ഇത് ദുബായ് ആണോന്ന് നിങ്ങളിപ്പം ചോദിക്കും. അപ്പോൾ മൂഡ് തന്നെ മാറി കേട്ടോ, വേറെ ലെവലായി. നോക്കിയേ ഏതാ വൈബ് നോക്കിയേ, നോക്ക്. ഇത്രയും നേരം ഉണ്ടായ എല്ലാ വൈബും മാറിയില്ല ഗൈസ്. എന്തൊരു ആൾക്കാരെ കേരളം ഫുള്ള് ഇളക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേരളം ഇളകുക എന്ന് പറയുക. ഇവിടെ എന്താ പറയുക, ഒരു ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ കേരളക്കരയിലുള്ള ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഗൈസ്. നോക്കിയേ ഇത്രയും ആൾക്കാർ, ഇത്രയും മലയാളികളെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? നോക്കിയേ അവിടെ എന്താ പരിപാടി നടക്കുവാണെന്ന് നോക്ക്. അതെന്താ ഉറിയടിയാണോ? ഒരു സൈഡിൽ കെട്ടിയിട്ടിട്ട് ഉറിയടിക്കുവാണോ? ഏതാ വൈബ് നോക്ക്. കണ്ടോ അതാണ് ഗൈസ് കറാമ വൈബ്. ഏതാ വേറെ ലെവലേട്ടാ, വേറെ ലെവല്. മോൻ എല്ലാവരും ഓണായി വേൽപുടുക പാട്ട് കേട്ടിട്ട്. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇതിങ്ങനെ നീളും. പ്രത്യേകിച്ച് എന്താണ് ഇതൊക്കെ പലരും ഇങ്ങനെ സൈഡിലിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പം ഇതിങ്ങനെ തുടരും. എനിക്ക് നിൽക്കാൻ വയ്യ ഗൈസ്, ഞാൻ പോവാണ്. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ്. ഇവിടെ ഒരു 10-12 മണി വരെ രാത്രി ഫുള്ള് ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ആർക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ പാർക്കിലാണ് എല്ലാവരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാരൊക്കെ. മറ്റേ കല്യാണത്തിന് വൈകിട്ട് വരുന്ന ടീ പാർട്ടിക്ക് നാട്ടിൽ വരുന്ന പോലെയാണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. ഞാൻ പോവാണ്, എനിക്കിനി നിൽക്കാൻ വയ്യ. ഇതൊക്കെ കണ്ടല്ലോ ഗൈസ്. ഇനിയെങ്കിലും നിങ്ങൾ പറയല്ലേ ഇവിടെ പ്രവാസികൾ ഇവിടെ എൻജോയ്മെൻ്റ് ഇല്ല, നിങ്ങൾക്ക് സദ്യ ഇല്ല, നിങ്ങൾക്ക് ഓണമില്ല, ക്രിസ്മസ് ഇല്ല,
നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലെന്ന്. ഇതാണോ, ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നത്? ഇനി ഇത് പറയില്ല കേട്ടോ ഗൈസ്. അവിടുത്തെ ബേളം ഇങ്ങി കേൾക്കാം കേട്ടോ, എൻ്റെ അമ്മോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സദ്യയും പരിപാടികളൊക്കെ കണ്ട് എല്ലാം അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ ബൈ.